Good morning, all of you. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു കഥ എഴുതിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര പേര് കൊണ്ടുവന്നു ഇന്ന്? എല്ലാവരും എഴുതിയോ? എല്ലാം എഴുതി. എന്തേ കുറെ പേര് കൈപൊക്കുന്നില്ലല്ലോ? എഴുതിയല്ലേ? അപ്പൊ ഷെഫി എഴുതിയില്ലേ? ഷെഫി എഴുതിയില്ല. കൃപ ഇന്നലെ ഉണ്ടായിരുന്നില്ല അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്? സിനാൻ എഴുതിയോ? സിനാൻ എഴുതിയില്ല. എല്ലാവരും എഴുതി അല്ലേ? വീഡിയോ ഒക്കെ തുടങ്ങാം. അപ്പൊ ആരാ ഫസ്റ്റ് കഥ വായിക്കുന്ന? ഇന്നലത്തെ കഥ ഓക്കെ. ആരാ വായിക്കുന്നേ? ആരും കൈപൊക്കുന്നില്ലേ? 3, 4. ആരാ ഫസ്റ്റ് തുടങ്ങുന്നേ? ഓക്കെ, ആഷിൻ വായിക്കുന്നത്. ശ്രദ്ധിക്കണം എല്ലാവരും, ശ്രദ്ധിച്ചോ? ഒരു പഞ്ചവർണ്ണ തത്ത മാനത്ത് പറന്നു കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്നു തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. പല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണക്കിളി ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളർന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. കുട്ടി ആ തത്തയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തത്തയ്ക്ക് പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുട്ടി തത്തയെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ മരുന്ന് വെച്ച് കൊടുത്തു. അതിന് വയറു നിറയെ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ആ തത്തയെ കൂട്ടിലിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മെല്ലെ പറക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുട്ടി തത്തയെ തുറന്നു വിട്ടു. ആ പഞ്ചവർണ്ണ തത്ത പറന്നുപോയി. ടൈറ്റിൽ എന്താ മോനെ ഇട്ടത്? പഞ്ചവർണ്ണ തത്ത. ഓക്കെ, നെക്സ്റ്റ് ആരാ? കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് സൂര്യദേവ്. ഓക്കെ, സൂര്യദേവ് അൺമ്യൂട്ട് ചെയ്തോ. ഹെഡിങ് വായിക്കണേ. വായിക്കുന്ന കേൾക്കുന്നില്ല മോനെ. സൂര്യദേവ് വായിക്കുന്നത് ഇവിടെ കേൾക്കുന്നില്ല. സൂര്യദേവേ, മിസ്സിന് കേൾക്കുന്നില്ല. വായിച്ചേ, സ്റ്റാർട്ട് ആദ്യം മുതല്. കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കുന്നുണ്ടോ? മോനെ സൗണ്ട് ക്ലിയർ ഇല്ല. പഞ്ചവർണ്ണ തത്ത കളിക്കുകയാണ്.
ഒരു കൊത്തി ഒരു ചിറകൊടിഞ്ഞു. പല വിധത്തിലും അത് ഒരു ഇരുന്നു. പഞ്ചവർണ്ണ കിളി ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ കുട്ടി തന്റെ അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. എന്താ പഞ്ചവർണ്ണ നീ ഇങ്ങനെ പറ്റി കിടക്കുന്നത് എന്ന് കുട്ടി പറഞ്ഞു. ഞാൻ കൂടെ പറന്ന് ഉല്ലസിച്ചിരുന്നു. അപ്പോൾ ആണ് ഒരു ദുഷ്ടനായ പരുന്ത് അങ്ങനെ എന്റെ ചിറകൊടിഞ്ഞു ഞാൻ താഴേക്ക് വീണു. നീ വിഷമിക്കേണ്ട പഞ്ചവർണ്ണ കിളി, ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടി മുറിവുകൾ മാറ്റിത്തരാം. അങ്ങനെ ആ കുട്ടി എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പഞ്ചവർണ്ണ മുറിവുകൾ മാറ്റി. ആ കുട്ടി പഞ്ചവർണ്ണ കിളിയും പറഞ്ഞു. ചെയ്ത നല്ല കാര്യം കുറിച്ച് അവളുടെ വീട്ടുകാർ വളരെ സന്തോഷമായി. ഓക്കെ, ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ല മോനെ, എന്തോ ഓഡിയോ അത്ര ക്ലിയർ ആയിരുന്നില്ല. എബിൻ ബിജു എഴുതിയില്ലേ? എബിൻ എഴുതിയോ? എബിൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഒരു പഞ്ചവർണ്ണ തത്ത മാനത്തു പറന്നു കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരച്ചില്ലയിൽ ഇരുന്നു. പഞ്ചവർണ്ണ കിളി ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ വേദന കൊണ്ട് പിളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. വേദന കൊണ്ട് വിഷമിക്കുന്ന പഞ്ചവർണ്ണ തത്തയെ കണ്ട് കുട്ടി അതിന്റെ അടുത്തേക്ക് ചെന്നു. തത്തയെ കയ്യിലെടുത്ത് തലോടി. അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി പാലും പഴങ്ങളും നൽകി. അതിന്റെ ചിറക് അമ്മയുടെ സഹായത്തോടെ മരുന്ന് വെച്ച് കെട്ടി അതിനെ വിശ്രമിക്കാൻ ഒരു കൂട് ഉണ്ടാക്കി. അതിനെ നന്നായി പരിചരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തത്തയുടെ ചിറക് നേരെയായി. അതിന് പറക്കാൻ സാധിച്ചു. ഓക്കെ, കഥയുടെ പേരെന്താ? എന്താ ഹെഡിങ് കൊടുത്തത്, ടൈറ്റിൽ കൊടുത്തത്? പഞ്ചവർണ്ണ തത്ത. നെക്സ്റ്റ് ആരാ കൊണ്ടുവന്നത്? കഥ എഴുതിയവനാരാ? ഓക്കെ, നെക്സ്റ്റ് ആൻഡ്രോസ്. ഓക്കെ, വായിച്ചോ ആൻഡ്രോസ്, വായിച്ചോ. ഒരു പഞ്ചവർണ്ണ തത്ത മാനത്ത് പറന്നു കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. പല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണ തത്ത ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടുവാൻ നോക്കി, സാധിച്ചില്ല. പരിക്കേറ്റു കിടക്കുന്ന തത്തയെ
ആ കുട്ടി അതിന്റെ അടുത്തേക്ക് ചെന്നു. അലിവ് തോന്നിയ കുട്ടി അതിനെ കയ്യിലെടുത്ത് അതിനെ സ്നേഹത്തോടെ തലോടി. ചിറകൊടിഞ്ഞ അതിനെ കുട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി ഒടിഞ്ഞ ചിറക് മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. അതിന് വിശന്നപ്പോൾ ധാന്യമണികളും കുടിക്കാൻ കൊടുത്തു. പഞ്ചവർണ്ണ തത്തയ്ക്ക് ആ കുട്ടിയോട് നന്ദിയും സ്നേഹവും തോന്നി. തത്ത നന്ദിയോടെ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. കുട്ടി അതിനെ ചേർത്ത് പിടിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തത്തയുടെ പരിക്ക് ഭേദമായി. അപ്പോൾ ആ കുട്ടി അതിനെ പറത്തി വിട്ടു. തത്ത സന്തോഷത്തോടെ കുട്ടിയോടുള്ള നന്ദിയായി അതിന്റെ ശബ്ദത്തിൽ ചിലച്ചുകൊണ്ട് തന്റെ കൂട്ടരുടെ അടുത്തേക്ക് പറന്നുപോയി. ഓക്കെ, അപ്പൊ ടൈറ്റിലും വായിക്കണം കേട്ടോ. വായിക്കുമ്പോ ഷംബീൽ എഴുതിയിട്ടുണ്ടോ അവനെ? കഥ എഴുതിയിട്ടുണ്ടോ ഷംബീല്? ഇല്ല. എല്ലാവരും എഴുതുന്ന പറഞ്ഞേ മിസ്സേ. ഇനി ദേവാഞ്ജന അടുത്ത. ദേവാഞ്ജന വായിച്ചോ. ഒരു പഞ്ചവർണ്ണ തത്ത മാനത്തു പറക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണ തത്ത ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്നു രക്ഷപ്പെടാൻ നോക്കി. സാധിച്ചില്ല. എന്നിട്ട് കുട്ടി പറഞ്ഞു, നീ പേടിക്കേണ്ട പഞ്ചവർണ്ണ തത്തേ, ഞാൻ നിന്നെ രക്ഷിക്കാം. അപ്പോൾ പഞ്ചവർണ്ണ തത്ത പറഞ്ഞു, എന്നെ രക്ഷിച്ചാൽ എങ്കിൽ നിനക്ക് ഞാൻ കുറച്ച് പഴം തരാം. അപ്പോൾ കുട്ടി പറഞ്ഞു, നീ എനിക്ക് ഒന്നും തരണ്ട. ഇനി പറ, എന്താ സംഭവിച്ചത്? അത് ഞാൻ മാനത്ത് പറന്നു കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ പരുന്ത് വന്ന് എന്നെ ആക്രമിച്ചു. അപ്പോൾ ഞാൻ താഴെ വീണു. എന്നിട്ട് എന്റെ ചിറക് ഒടിഞ്ഞു. അങ്ങനെ പഞ്ചവർണ്ണ തത്ത പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ കുട്ടി അവളെ എടുത്ത് പറഞ്ഞു, വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് ഞാൻ നിന്നെ ചിറക് മരുന്ന് വെച്ച് കെട്ടിത്തരാം. അങ്ങനെ പറഞ്ഞ് കുട്ടിയും പഞ്ചവർണ്ണ തത്തയും വീട്ടിലേക്ക് പോയി. സാധനങ്ങൾ വെക്കുന്ന മുറിയിൽ പോയി മരുന്ന് എടുത്ത് പഞ്ചവർണ്ണ തത്തയുടെ ചിറകിൽ പുരട്ടി. എന്നിട്ട് കെട്ടിവെച്ചു കൊടുത്തു. അങ്ങനെ രാത്രിയായി. പഞ്ചവർണ്ണ തത്തയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ആ കുട്ടിയും പഞ്ചവർണ്ണ തത്തയും ഉറങ്ങി. രാവിലെ പഞ്ചവർണ്ണ തത്ത എഴുന്നേറ്റപ്പോൾ അവൾക്ക് പറക്കാൻ സാധിച്ചു. അന്ന് തൊട്ട് പഞ്ചവർണ്ണ തത്ത ആ കുട്ടിയുടെ കൂടെ തന്നെ ആയിരുന്നു. അവർ രണ്ടുപേരും ചങ്ങാതിയായി. ഓക്കെ, അപ്പൊ ഇനി ആരാ ഉള്ളത് കൊണ്ടുവന്നത്? ക്രിസ്റ്റീസിന്റെ? ഓക്കെ, ക്രിസ്റ്റി വായിച്ചോ. ഒരു പഞ്ചവർണ്ണ തത്ത മാനത്തു പറന്ന് കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് അതിനെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും പറന്നു വന്ന് അതൊരു മരക്കുറ്റിയിലിരുന്നു. മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണ കിളി ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിന്റെ അടുത്ത് വരുന്നത് അവൾ കണ്ടു. അവൾ പറഞ്ഞത് രക്ഷപ്പെടാൻ സാധിച്ചില്ല.
അവളോട് ചോദിച്ചു, സഹായിക്കാമോ? എന്നെ ഒരു പരുന്ത് കൊത്തി പരിക്കേൽപ്പിച്ചു. ഞാൻ നിന്നെ സഹായിക്കാം, അവൾ പറഞ്ഞു. അവൾ ആ തത്തയെ കയ്യിൽ എടുത്ത് വീട്ടിൽ കൊണ്ട് വന്ന് മരുന്ന് വെച്ചു കെട്ടി പാലും പഴവും കൊടുത്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അത് സുഖം പ്രാപിച്ചു. തത്ത അവളോട് നന്ദി പറഞ്ഞു. അത് തത്ത പറഞ്ഞു പറന്നുപോയി. അത് കണ്ട് അവൾ സന്തോഷത്തോടെ നോക്കി നിന്നു. കഴിഞ്ഞോ? കഥയുടെ പേര് എന്താ മോൻ പേരിട്ട? പുണ്യം. പഞ്ചവർണ്ണ പുണ്യം. നെക്സ്റ്റ് ആരാ കൊണ്ടുവന്നേ? അൽന അഗസ്റ്റിൻ. ഓക്കെ, വായിച്ചോ. ഒരു പഞ്ചവർണ്ണത്തെ മാനത്ത് പറന്നു കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണ കിളി ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. ആ കുട്ടി ഒരു കരച്ചിൽ കേട്ട് കുട്ടി പഞ്ചവർണ്ണ തത്തയെ കണ്ടു. കുട്ടിക്ക് മനസ്സിലായി ചിറകൊടിഞ്ഞതെന്ന്. കുട്ടിയുടെ കയ്യിലിരുന്ന തുണി എടുത്ത് കിളിയുടെ ചിറകിൽ കെട്ടി കൊടുത്തു. അങ്ങനെ അവർ കൂട്ടുകാരായി. തത്തയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തത്തയുടെ ചിറകിന് വേദന പോയി. അതിനുശേഷം കിളിക്ക് പറക്കാൻ സാധിച്ചു. ആ കുട്ടി ഒരു ചെറിയ കൂട്ടിലിട്ട് തത്തയെ വളർത്തി. നെക്സ്റ്റ് ഇനി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എഴുതിയവരുണ്ടോ? ഓക്കെ, ശ്രീദേവ് കൃഷ്ണ വായിച്ചു. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചു മോനെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്ത്. ഒരു പഞ്ചവർണ്ണ തത്ത മാനത്തു പറന്നു കളിക്കുകയായിരുന്നു. ഒരു പരുന്ത് പെട്ടെന്ന് പറന്നു വന്ന് തത്തയെ കൊത്തി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഒരു ചിറകൊടിഞ്ഞു. വല്ല വിധത്തിലും താണു പറന്നു വന്ന് അത് ഒരു മരക്കുറ്റിയിലിരുന്നു. പഞ്ചവർണ്ണ കിളി ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ പറന്ന് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. ആ കുട്ടി പഞ്ചവർണ്ണ തത്തയുടെ അടുത്തേക്ക് ചെന്നു. അതിനെ എടുത്ത് തലോടി. എന്നിട്ട് വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോയി പാലും പഴവും കൊടുത്തു.
മരുന്ന് വെച്ച് കൊടുത്തു. ഒരു കൂട്ടിൽ കിടത്തി ദിവസവും മരുന്ന് വെച്ച് കൊടുത്തു. ഒരു ദിവസം രാവിലെ പഞ്ചവർണ്ണ തത്ത പറക്കാൻ തുടങ്ങി. ആ കുട്ടിക്ക് സന്തോഷമായി. അവർ നല്ല ചങ്ങാതിമാരായി മാറി. ഓക്കെ, കഴിഞ്ഞു അല്ലേ ശ്രീദേവേ? ഓക്കെ, നെക്സ്റ്റ് ആരും എഴുതിയില്ലല്ലോ. ടെക്സ്റ്റിന് ഈ നമ്മുടെ അഞ്ചാമത്തെ പാഠം എല്ലാവരും വായിച്ചാണോ? നമ്മുടെ കുട്ടികള് എല്ലാവരും വായിച്ചാണോ? എത്ര പേര് വായിച്ചു? ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ഷെഫി വായിച്ചോ? ശ്രീദേവ് വായിച്ചു അല്ലേ? സൂര്യദേവ്, ആരോൺ വായിച്ചോ? ആരോൺ. അബ്ദുൾ ബാസിത്ത് വായിച്ചില്ല അല്ലെ? അബ്ദുൾ ബാസിത്തെ ഇന്നലെ ലീവ് ആയിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വായിച്ചില്ലല്ലേ? അഞ്ചാമത്തെ പാഠം എടുക്കുമ്പോ ഉണ്ടായിരുന്നോ ആളെ ക്ലാസ്സില്? ഓക്കെ, വായിച്ചിട്ടുണ്ട്. വായിച്ചോ ടെക്സ്റ്റ്? ചെറിയ ചെറിയ സംശയങ്ങൾ. എന്താ സംശയം? കുറച്ചൊന്നും വായിക്കാൻ കഴിയുന്നില്ല. വായിക്കാൻ പറ്റില്ലേ? ഒന്ന് മയിൽപ്പീലി കണ്ണുകൾ എന്നുള്ള പാഠം വായിച്ചേ അബ്ദുൾ ബാസിത്ത്. വായിക്കുന്നുണ്ടോ? വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. രസകരമായി കഥകൾ ഉണ്ടാക്കി പറയാൻ ഗ്രീക്കുകാർ അതിസമർത്ഥരായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ അമ്മൂമ്മമാർ കഥ കേൾക്കാതെ ഉറക്കമില്ല. അങ്ങനെ അമ്മൂമ്മമാരോട് മോനെ എവിടെയാ വായിക്കുന്നത്? അവർ അമ്മൂമ്മമാരോട് ഓരോന്ന് ചോദിക്കും. അമ്മൂമ്മമാർ ഓരോ കഥകൾ പറയും. അങ്ങനെ വായിക്കണം. അങ്ങനെ ധാരാളം കഥകളുണ്ടായി. ഒരിക്കൽ ചില ചെറിയ കുട്ടികൾ അവരുടെ അമ്മൂമ്മയോട് ചോദിച്ചു, മയിലിന്റെ പീലികൾക്ക് ഇത്രയധികം കണ്ണുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അമ്മൂമ്മ ചിരിച്ചു എന്നിട്ടു പറഞ്ഞു, അതൊരു രസകരമായ കഥയാണ്. ദേവന്മാർക്ക് ജൂണോ എന്നൊരു രാജ്ഞിയുണ്ടായിരുന്നു. അവർ ഭംഗിയുള്ള നല്ലൊരു പശുവിനെ ഓമനിച്ചു വളർത്തിയിരുന്നു. പാല് പോലെ വെളുത്തതും ായിരുന്നു ആ പശു. ദേവന്മാരുടെ
രാജാവായിരുന്ന ജൂപ്പിറ്ററിന് ആ പശുവിനെ കിട്ടണം എന്നൊരു മോഹം. ഓക്കെ, നെക്സ്റ്റ് സിനാൻ വായിച്ചേ. സിനാനെ അബ്ദുൽ ബാസിത്തെ മോ നല്ലപോലെ വായിക്കണേ വീട്ടിന്ന്. ഓക്കെ, സിനാൻ വായിച്ചേ. നിങ്ങൾ ഈ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണേ 2-3 തവണ. ഏത് സബ്ജക്റ്റ് ആയാലും ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കും കുട്ടികളെ. ആ സിനാൻ. അൺമ്യൂട്ട് ചെയ്ത് വായിക്കും മോനെ. വളരെയേറെ പഴക്കമുള്ള രാജ്യമാണ് ഗ്രീസ്. അതിന്റെ ബാക്കിയായിട്ട് വായിക്കും മോനെ. ഇതുവരെ അബ്ദുൽ ബാസിത്ത് വായിച്ചതിന്റെ ബാക്കി. പക്ഷേ മുതല് 21 പേജ് നമ്പർ. പക്ഷേ ജൂണോ തന്റെ ഓമന പശുവിനെ ആർക്കും കൊടുക്കുകയില്ല. ജൂപ്പിറ്ററുടെ മോഹത്തെ കുറിച്ചറിഞ്ഞ് രാജ്ഞിക്ക് ദരിദ്രമായി. ജൂപ്പിറ്റർ തന്റെ വെള്ള പശുവിനെ തട്ടിയെടുക്കുമോ എന്ന് അവർ ഭയന്നു. അവർ പശുവിനെ നോക്കുന്ന ആർഗസിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പശുവിനെ നീ നല്ലപോലെ നോക്കിക്കൊള്ളണേ. ആരും അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇടയാകരുത്. 100 കണ്ണുകളുള്ള ഒരു വിശേഷപ്പെട്ട മനുഷ്യനാണ് ആർഗസ്. അയാൾ ഉറങ്ങുമ്പോൾ 2 കണ്ണുകൾ മാത്രമേ അടഞ്ഞിരിക്കുകയുള്ളൂ. മറ്റു കണ്ണുകളെല്ലാം നക്ഷത്രങ്ങൾ പോലെ തുറന്നിരിക്കും. അതിനാൽ ആർഗസിന്റെ കണ്ണുകൾ വെട്ടിച്ച് ആർക്കും പശുവിനെ തട്ടിക്കൊണ്ടുപോകാനില്ല. രാജ്ഞിക്ക് അതറിഞ്ഞു. എങ്കിലും ജൂപ്പിറ്ററുടെ ആഗ്രഹത്തെ രാജ്ഞി ഭയപ്പെട്ടു. ആർഗസിന്റെ ശ്രദ്ധ പശുവിന്മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് രാജ്ഞി സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്തത് സിനാൻ വായിച്ചേ. അല്ല, ഷംബീൽ വീഡിയോ ഓൺ ചെയ്തേ, അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. എവിടെ എത്തി? സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അൺമ്യൂട്ട് ചെയ്യുമോനെ. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ തുടങ്ങണ്ടേ. എങ്ങനെയെങ്കിലും രാജ്ഞിയുടെ ഓമന പശുവിനെ തട്ടിക്കൊണ്ടു പോകാൻ തന്നെ വേണം എന്ന് ജൂപ്പിറ്റർ തീരുമാനമാക്കി. ജൂപ്പിറ്റർ അതൊരു നേരം പോക്ക് മാത്രമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ പശുവിനെ എങ്ങനെയാണ് തട്ടിയെടുക്കാൻ 100 കണ്ണുള്ള ആർഗസിന്റെ കണ്ണുകൾ എങ്ങനെ തെറ്റിക്കും? അയാൾ വിശ്വസ്തനാണ്. കൈക്കൂലി വാങ്ങി യജമാനത്തിയെ വഞ്ചിക്കയില്ല. നല്ല ഭൃത്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം.
നെക്സ്റ്റ് പാരഗ്രാഫ്. മുഹമ്മദ് ഷംബീൽ സ്ട്രക്കായ. നെക്സ്റ്റ് എബിൻ ബിജു ഒന്ന് വായിച്ചേ. ദേവന്മാരുടെ കൂട്ടത്തിൽ മികച്ച ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് രസകരമായ കഥകൾ പറയാനും അറിയാം. ആ ദേവൻ കഥ പറഞ്ഞു തുടങ്ങിയാൽ കേൾക്കുന്നവരെല്ലാം മറന്ന് രസിച്ചിരുന്നു പോകും. പാടിയാൽ മനം മറങ്ങി ഉറങ്ങിപ്പോവും. ജൂപ്പിറ്റർ ആ ഗായകനെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ജൂണോയുടെ പശുവിനെ പിടിച്ചു കൊണ്ടുവന്നു തരണം എന്നാവശ്യപ്പെട്ടു. ദേവഗയൻ ആർഗസിന്റെ അടുത്ത് ചെന്നു കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആർഗസ് ആ കഥ പറയൽ അവഗണിച്ച് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ അപ്പോൾ കഥ രസകരമായി തോന്നി. പശുവിന്റെ കാര്യം മറന്ന ഗായകൻ പിന്നെ മധുരമായി ഓടക്കുടൽ വായാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർഗസ് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് പാട്ടുകാരൻ പശുവിനെ തട്ടിയെടുത്ത ജൂപ്പിറ്ററിന് കൊണ്ടുപോയി കൊടുത്തു. ജൂണോ ദേവി സംഗതി അറിഞ്ഞു. കോപവും കൊണ്ട് അവർ വിറച്ചു. അവർ ആർഗസിനോട് ദേഷ്യപ്പെട്ടു. കണ്ണുകളുണ്ടായിട്ട് എന്തു കാര്യം? നിനക്ക് 2 കണ്ണുകൾ മാത്രം മതി. ബാക്കി കണ്ണുകളെല്ലാം ഞാൻ എന്റെ മയിൽപ്പീലിന്റെ പീലികൾക്ക് നൽകുന്നു. ആർഗസ് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ആർഗസിന്റെ കണ്ണുകളാണ് മയിലിന്റെ ആണെന്നു കണ്ണുകളായി മാറിയത്. കഥ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പൊ ഇന്ന് ഈ പാഠം നല്ലപോലെ വായിക്കണേ. വായിക്കാത്ത കുറെ പേരുണ്ട്, ടെക്സ്റ്റ് വായിക്കാതെ. കുറെ ദിവസമായി നമ്മൾ ഈ 5ാമത്തെ പാഠം എടുക്കുന്നു അല്ലേ? എന്നിട്ടും വായിക്കാൻ പഠിച്ചില്ല ശരിക്കും ആരും. അപ്പൊ 2 കുട്ടികൾക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മിസ് കണ്ടു കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അവരെ ഞാൻ വായിപ്പിക്കാം. മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കഴിയാറായേ, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും 2-3 തവണ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. അപ്പോഴും നല്ലപോലെ വായിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം എടുക്കാം അല്ലെ? ഇന്നത്തെ ക്ലാസ് ഒന്നും കാര്യമായി നടന്നില്ല, നമ്മളെ കഥ വായിക്കലെല്ലാം കൊണ്ടല്ലേ. പക്ഷെ നല്ലപോലെ നിങ്ങൾ കഥ എഴുതി അത് വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ നല്ലപോലെ അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്ന കേൾക്കുമ്പോ അറിയാം നിങ്ങൾ എത്ര പേര് ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്ന്. വായിക്കുന്നവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ വായിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം നല്ലപോലെ. ഓക്കെ, വായിക്കൂല എല്ലാവരും? അതുപോലെ നമ്മൾ അക്ഷരദീപം ബുക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാവരും എഴുതുന്നുണ്ടോ? ഇന്ന് അക്ഷരദീപം കോപ്പി എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിലല്ല പേഴ്സണലിൽ സെൻഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇന്ന് രാത്രിക്കുള്ളിൽ അത് സെൻഡ് ചെയ്യണം. അക്ഷരദീപം 1 പേജ്. ഓക്കെ, ഏകദേശം എത്ര പേരായി? എല്ലാവരും എഴുതുന്നുണ്ടോ? അത് എഴുതിയിട്ട് സെൻഡ് ചെയ്യണേ. ഇന്ന് 1 പേജ്. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. അപ്പൊ ഈ മയിൽപ്പീലി കണ്ണുകളിലുള്ള പാഠം നല്ലപോലെ വായിക്കണം. നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്കിൽ എന്തുണ്ട്? 4ാമത്തെ പാഠത്തിന്റെ എക്സാം ഉണ്ട്. എന്താ 4ാമത്തെ പാഠം? അറിഞ്ഞോയോ എല്ലാവരും? 4ാമത്തെ പാഠത്തിന്റെ പേരേതാ? കാവൽക്കാരൻ. ഓക്കെ, കാവൽക്കാരൻ എന്ന പാഠത്തിന്റെ എക്സാം ഉണ്ട് അടുത്ത ആഴ്ചയില്. പിന്നെ ഇന്ന് മിസ് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്യും. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കണം. ഇപ്പൊ വാട്സപ്പിൽ ഞാൻ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അർത്ഥം എഴുതണേ. പാഠം 5 മയിൽപ്പീലി കണ്ണുകൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കിയതെല്ലാം നമ്മൾ നോട്ടിലേക്കും എഴുതണം. നോക്കി തെറ്റിക്കാതെ എഴുതണം. ഓക്കെ.